ഉണ്ടോ? ശ്രീകൃഷ്ണപരുന്തൊന്ന് വലം വെക്കുന്നുണ്ടോ? ഇതാ ശ്രീകൃഷ്ണപരുന്തൊന്ന് വലം വെക്കുന്നുണ്ടോ? ആ, ജനങ്ങളെ നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, അങ്ങനെയെല്ലാം പറയാം. അപ്പോൾ ഈ തണുപ്പ് പെട്ടെന്ന് അടിച്ചിട്ട് ഈ പൊടിയടിച്ചിട്ട് അലർജി വല്ലാണ്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ക്ലൈമറ്റിൽ നിന്ന് മറ്റൊരു ക്ലൈമറ്റിലേക്ക് വരുന്നല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലാണ്. കണ്ണാടിപ്പറമ്പാണ് ഈ ക്ഷേത്രം വരിക. നമ്മൾ കുന്നർത്തുപ്പാടി പറശ്ശിനിക്കടവ് പോലെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം. അത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വടക്കൻ മലബാറിലെ ഏറ്റവും മഹത്തമായ ശക്തമായ ഒരു ക്ഷേത്രമാണ്, ദൈവമാണ് ശ്രീ മുത്തപ്പൻ. ആ മുത്തപ്പൻ്റെ 3 പ്രധാനപ്പെട്ട സ്ഥലമാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ 3 സ്ഥലത്തിൽ 2 സ്ഥലത്തേ പോയിട്ടുള്ളൂ. വള്ളുവൻകടവ് മുത്തപ്പ ക്ഷേത്രവും കുന്നർത്തുപ്പാടിയും മാത്രമേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ മുത്തപ്പൻ അവിടത്തേക്ക് അനുമതി തന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ അതായ ദൈവങ്ങൾ നമ്മളെ ക്ഷണിച്ചിട്ട് തന്നെയാണ് നമ്മളവിടെ പോകുന്നത്. നമ്മൾ വെറുതെ ഇല്ലാതൊരു കാര്യം ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അവസ്ഥയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ക്ഷണിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ അവിടത്തേക്ക് യാത്ര ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചില ആൾക്കാർ നമ്മളെ ക്ഷണിക്കാറുണ്ട് അവർ വീട്ടിലേക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം പോകാൻ പറ്റാണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഉപാസിക്കുന്ന ആ മൂർത്തി നമ്മളോട് നമുക്ക് അതിനുള്ള പെർമിഷൻ തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിട്ട്, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപാസിക്കുന്ന ദൈവത്തോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഇപ്പം മാത്രമല്ല പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഭഗവാനോട് ചോദിച്ചിട്ട് അല്ല അനുവാദം പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങിയിട്ട് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിലേ ഞാൻ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു. ആ ശീലം എനിക്ക് ഇന്നുവരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമില്ല, നമുക്ക് കൂടുതൽ ഗുണങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളോടും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ലോങ്ങിൽ നമ്മൾ ഒരു ചിട്ട, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും നമ്മളെ ലൈഫിൽ. അതായത് രാവിലെ എണീച്ച് ഇന്നത് ചെയ്യണം, ഇത്ര മണിക്ക് ഇന്നത് ചെയ്യണം, ഇത്ര മണിക്ക് ഇന്ന്, ആ ടൈമിങ് തെറ്റാതെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണവും ലഭിക്കും. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു, നമ്മളെ മൂലാധാര ചക്രത്തിൽ കേട് വരുമ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള കർമ്മ എന്നുള്ള സംഗതികൾക്കൊക്കെ കേടുകൾ വരിക.
നമ്മളോരോ പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് തടസ്സമുണ്ടാക്കുക. ഓരോ ഇന്ദ്രിയങ്ങൾക്കും കേടുവരുമ്പോൾ അതായ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും കേടുവരും. അപ്പോൾ കേടുവരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാൻ നമുക്കാണ്. അപ്പോൾ നമ്മളാദ്യം എന്തൊക്കെ നമ്മളെ മനസ്സിലുള്ള മാലിന്യത്തെ പൂർണ്ണമായി എടുത്ത് കളയുക. എന്നിട്ട് ഇപ്പം എന്നെപ്പോലുള്ള പലവരും പലതും പറയുന്നുണ്ടാവും. നിങ്ങൾക്കതിൽ ഏതാണ് സ്വീകാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം എടുത്താൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് മുഴുവൻ എടുക്കണമെന്നൊന്നും ഞാനൊരിക്കലും പറയില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഓരോ ഉയർന്ന സ്ഥാനങ്ങളുണ്ട്, ആ ഓരോ ഘട്ടങ്ങളുണ്ട്, ഓരോ പടികൾ, ഓരോ കയറിപ്പോയ പടികൾ ഒരാളെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസ് കുറച്ചും കൂടി മാനിച്ചിട്ട് നമ്മളെന്തൊക്കെ അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ മനസ്സ് കൊടുക്കുക. നമ്മൾ മനസ്സ് കൊടുത്തിട്ട് നമ്മളെ ലൈഫിൽ അത് ആവശ്യമുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക. അല്ലെ നിങ്ങൾക്ക് ആവശ്യമില്ലാതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഇപ്പം നമ്മൾ യാത്രാമധ്യേ നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ച് അതുപോലെ തന്നെയാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ടും കിട്ടുക. അത് മോശം കൊടുത്തു കഴിഞ്ഞാൽ, മോശമായിട്ട് ഒരാളെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോശമായ ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ പറ്റിയ ആൾ വരും. ഒരാളല്ല വരുന്നത്, 5 പേര് വരും. ഒരു അസുരൻ അല്ല, ഒരു ദേവൻ 100 അസുരന്മാരെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞു ഈ കലിയുഗത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് 100 എണ്ണത്തിന് ഫൈറ്റ് ചെയ്യേണ്ടി നിങ്ങൾ വെച്ചോട്ടെ, പണ്ടാവൊന്നും പോണ്ട. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഫൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇവിടെ കൊടിയേറ്റാന്ന്, ഇവിടെ ഗണപതിയമ്മ നടക്കാൻ വേണ്ടി പോവുകയെന്ന്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഇനി 7 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളുണ്ട്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും, ഇവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാതെ പേർക്ക് ഇവിടെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടുത്തെ ഉത്സവ ചടങ്ങിൽ നമുക്ക് പങ്കുചേരാം. ഗുരുജിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയായിരുന്നു. മറ്റേത് ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും പിന്നെ ഇതുമാണ് എൻ്റെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ക്ഷേത്രങ്ങൾ. കേട്ടോ, എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് നമ്മൾ കൂടുതലും നമ്മൾ മനസ്സ് പറയുക, അല്ലേ? നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങുവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് 2025 നാളെ എന്താ പറയുക, പുതുവർഷം വരികയാണ് 2025. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളും അതുപോലെ എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെല്ലാം മോശം ചെയ്യുന്നതല്ല പറഞ്ഞതിനർത്ഥം. നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നല്ല ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് തോന്നുന്നില്ലേ? അത് കുറച്ചും കൂടി ചിന്തിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നല്ല ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ ഇനി ആരംഭിക്കട്ടെ. നിങ്ങളെ സ്നേഹവും സഹായവും സപ്പോർട്ടും എപ്പോൾ ഉണ്ടാവണം. ഇത്രയും സമയം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊറ്റ ഒരാളെ, നിങ്ങൾ കുറച്ച് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പിന്നെ കമൻറ്റ് ചെയ്യണം, നല്ല നല്ല കമൻസ് അയക്കുക. അത് നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവും. അപ്പം ഒരു ഓടുന്ന കുട്ടീനെന്ന് വെച്ചാൽ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അല്ലെങ്കിൽ ഓടുന്ന കുട്ടികൾ നമ്മൾ ഇതിനാക്കുന്ന അതൊന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കും. കാരണം ഞാൻ പൂർണ്ണതൊന്നുമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ചെറിയ പുൽക്കൊടിയിൽ നിന്ന് പോലും നമ്മൾ ഓരോ വിദ്യകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ സോഫ്റ്റായിട്ട് ചില കൂട്ടർ അഗോരികൾ ഇങ്ങനെയെല്ലാം വരുമോ അങ്ങനെല്ലാം വരുമോ. അഗോരികളെ കണ്ട കൂട്ടർ അത് പറയില്ല. അഗോരികൾ നിങ്ങൾ കാണുന്ന കാശിയിൽ കാണുന്ന അഗോരികൾ ഞാൻ മുമ്പോട്ടും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും അഗോരികളല്ല, ഭിക്ഷാന്തേഹികളാണ്. യഥാർത്ഥ അഗോരികൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല. അങ്ങനെ അഥവാ വരുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണവും ഉണ്ടാവും, അങ്ങനെയാ പറയാം. അപ്പം ഞാനൊരു പ്രത്യേക കാരണത്താൽ പുറത്തേക്ക് വന്നതാണ്. ഞാൻ അഗോര ദീക്ഷ എടുത്തിട്ട് മന്ത്രകോശം വാങ്ങി പിന്നെ ദീക്ഷ എടുത്തിട്ടുള്ള ഒരാളാണ്. അതിനുശേഷമാണ് ഞാൻ ശ്രീവിദ്യ ഉപാസന തുടങ്ങിയത്. കവള സമ്പ്രദായമായി എടുത്തിട്ടുള്ളത്. ഉത്തമ മാർഗ്ഗമല്ല, മധ്യമ മാർഗ്ഗമാണ്. ഉപാസകന്മാർക്ക് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുക. എല്ലാവരും ദയവ് ചെയ്ത് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഡബിൾ ബെല്ലൈക്കൻ അമർത്തുക. നിങ്ങൾ ഡബിൾ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും റിലീക്സ് ആകുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളരികിലേക്ക് എത്തും. പിന്നെ നല്ല നല്ല കമൻസ് അയക്കുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും ചേർത്ത് പിടിക്കലും നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം അത്. പിന്നെ അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ വേറെ ഗുണമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങളൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ്.
അത് നിങ്ങളതിൽ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേപോലുള്ള ഒരു സംഭവത്തിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ തീർച്ചയായും ഗുരുജിയും ചേർത്ത് പിടിക്കും, അത് ഈ പ്രകൃതിയും ചേർത്ത് പിടിക്കും. നമ്മളിപ്പോഴത്തെ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രകൃതിയും കൂടി ചേർത്ത് പിടിക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും തിരിച്ച് ഇതുപോലെ ആരെങ്കിലുമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും ലൈഫിൽ. പിന്നെ ഒന്ന് നല്ല നല്ല കമൻസ് അയക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളായിക്കോട്ടെ, മറ്റുള്ള പ്രകൃതിയിലുള്ള സംഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സൂപ്പർ പവറുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് ലോക ജനതയുടെ കയ്യിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മളെ ദേശത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ സംസ്കാരം, നമ്മളെ ചേർത്ത് പിടിക്കൽ, നമ്മളെ ഒത്തൊരുമ, നമ്മളെ ദേശത്തുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒരു ദേശത്തെ ജനങ്ങൾ ചെയ്യുന്ന ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ലോക ജനതയുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമാവും. അപ്പോൾ കൂടുതൽ നീട്ടി പോകുന്നില്ല, നമുക്ക് യാത്ര തുടങ്ങാം. ഇനി ജനുവരി 7 വരെയാണ് ഉണ്ടാവുക. അപ്പം ലാസ്റ്റ് ദിവസം മീനൂട്ട് പരിപാടിയൊക്കെ ഉണ്ട്, ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് മുത്തപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഉള്ളത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുവരാം അല്ലേ. അപ്പം നല്ല നമസ്കാരം. നമസ്തേ. നമസ്കാരം. ഇവിടെ സ്ഥലം കിട്ടിയില്ല. പിന്നെ മുള മൂത്രയ്ക്കാൻ വേണ്ടി പോകും. ആ മൂത്രയിച്ചിട്ട് ഇപ്പം അപ്പ് വരയ്ക്കാൻ വേണ്ടി ആദ്യം വേണ്ടി വരും. ഇത് കഴുകപ്പുരയെന്ന് ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ നമ്പർ ഞാൻ കാണിച്ചുതരാൻ പറഞ്ഞല്ലേ, ഓഫീസ് നമ്പർ ഇതാണ്. ക്ഷേത്രത്തിലെ ഓഫീസ് നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഇതാണ്. ഇത് പിന്നെ ലാൻഡ് ഫോണിൻ്റെയും ഉണ്ട്, മൊബൈൽ ഫോണിൻ്റെയും നമ്പർ അത് കേട്ടോ. അന്നദാനത്തിൻ്റെ എല്ലാം ബുക്ക് ചെയ്യുന്നത് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഇതുമായിട്ട് വിളിച്ചാൽ ലഭിക്കും. ഇതാണ് നമ്പർ. കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പില വരിക കേട്ടോ. QR കോഡ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് QR കോഡിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന എത്ര പൈസ ആയാലും നിങ്ങൾക്ക് ഇതിൽ സ്കാനിങ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വാട്സപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യും. ഇല്ല വിളിച്ച് പറയാനും പറ്റും കേട്ടോ.
മൂന്നാട്ടാ ആ സാർ രമേശ് ചേട്ടാ എന്തുണ്ട്? ഇന്നലെ നിങ്ങൾ ഞായറാഴ്ച നിങ്ങളതായിരുന്നു ഉണ്ടേ? ആ ഞാൻ രാവിലെ ഉമ്മ ഇത് നമ്മളെ മോനാണ്. പേര് പറ. രജിലേഷ്. ഇവിടെ ഭഗവാന്റെ അടുത്ത് ഓരോക്കെ ഓരോ കർമ്മമാണ്. ചായ ഉപ്മാവ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി. നമസ്തേ. നമസ്കാരം. എന്താ പേര്? ഗംഗാധരൻ മാഷാന്നല്ലേ? അതെ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഈ ആഘോഷ കമ്മിറ്റി ട്രഷറാന്നല്ലേ? അപ്പോൾ എല്ലാവർക്കും തിരക്കായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് മാഷ് മാത്രമായിപ്പോയത്. പിന്നെ മാഷേ, ഈ 2024 എന്താണ് ഇവിടെ വെള്ളൂവൻ കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിൽ 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 7 വരെ 8 ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ മഹോത്സവം നടക്കുന്നത്. ഈ മഹോത്സവത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞതിന് ശേഷം 20ാമത് വർഷമാണ് ഇത്. ഇപ്പോൾ 20ാം വാർഷികം എന്ന് തന്നെ പറയാം. 20ാം വാർഷികം തന്നെ പറയാം. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ തിരുവപ്പന മഹോത്സവം തുടങ്ങുന്നത് ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാന നമ്പൂതിരിപ്പാട് 8 മണിക്ക് കൊടിയേറ്റം നടത്തുന്നതോടുകൂടിയാണ്. അതിന് ശേഷം ഇന്ന് വൈകുന്നേരം ഉത്സവാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രീ KB സുമേഷ് അവർകളാണ് അത് നിർവഹിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷം വഹിക്കും. പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കും. പിന്നെ വൈകുന്നേരം 7 മണി മുതൽ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് കലവറ നിറക്കൽ ഘോഷയാത്രയുണ്ട്. എത്ര മണിക്കാണ് വരിക? അത് ക്ഷേത്രത്തിൽ 6 മണിക്ക് എത്തുക. കൃത്യം 5 മണിക്ക് പുറപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പിന്നെ പുലുപ്പി സൗത്ത് അംബേദ്കർ കോളനി, ഒന്ന് പുലുപ്പി നോർത്ത് അംബേദ്കർ കോളനി, പിന്നെ മറ്റൊന്ന് ചേമ്പനാൽ തട്ടുപറമ്പ് ശ്രീ പൊട്ടൻ ദേവസ്ഥാനത്ത് 3 കലവറ സംഗമിച്ചിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6-6:30 ഇവിടെ എത്തണം. പക്ഷെ അത് നമുക്കിപ്പോ ചിത്രീകരിക്കുമ്പോൾ 3 സ്ഥലത്ത് ഒരേ സമയത്ത് പോയി ചെയ്യാൻ കഴിയില്ല. അതെ. അപ്പൊ അത് അങ്ങനെ തുടങ്ങുന്നത് 5 മണിക്ക് തുടങ്ങുന്നത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുമല്ലോ. അതെ. 5 മണിക്ക് തന്നെയാണ് മറ്റേ സ്ഥലത്തുനിന്ന് ഏകദേശം 5:30 തുടങ്ങാം. 5:30 മറ്റേ സ്ഥലത്തുനിന്ന് തുടങ്ങും. ഒരു വടക്കേ കോളനിയിൽ നിന്ന് 5 മണിക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ 5:30 തെക്കേ അംബേദ്കർ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങും. അതെ. എല്ലാം കൂടി 6 മണിയാകുമ്പോൾ പൊട്ടൻ ദേവസ്ഥാനത്ത് എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട്. പൊട്ടൻ ദേവസ്ഥാനം കുന്നുകയറുന്ന മുകളിലുള്ള അല്ലേ? അവിടെ അപ്പൊ നമ്മളവിടെ പോയി അല്ലേ? നിങ്ങൾ അവിടെ പോയാലും മതി, മറ്റു സ്ഥലത്തും പോവാം. കുറച്ച് അടുത്തടുത്ത പ്രദേശങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഉദ്ഘാടന സമ്മേളനം, അതുപോലെ കലാപരിപാടികൾ ആരംഭിച്ചു. ഇന്നത്തെ പരിപാടി അതിനോടുകൂടി ആയിരിക്കും. ഉച്ചക്ക് പിന്നെ 1 മണിക്ക് മുത്തപ്പൻ മലയിറക്കും, 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാവും. എല്ലാ ദിവസങ്ങളും മുത്തപ്പൻ വെള്ളാട്ടം. പിന്നെ അന്നദാനം അതുപോലെ തന്നെ അന്നദാനം രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാവും. ഉച്ചക്ക് രാത്രിയിലും നല്ല രീതിയിലുള്ള ഒരു സദ്യ തന്നെ ഉണ്ടാവും. പായസം അത് നമ്മള് അത് രുചിച്ചതാണ്. അപ്പൊ എന്ന് വെച്ചാൽ വെള്ളംകടവിലെ ആഹാരത്തിനൊന്നും ഒന്നും പറയാനൊന്നുമില്ല, ഒരു സദ്യ തന്നെയാണ് കൊടുക്കാറ്. അതെ, അങ്ങനെയാ കൊടുക്കാറ്. നമുക്ക് സഹായവും എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. അതെ, കിട്ടുന്നുണ്ട്. അത് എല്ലാവരും ഇനിയും ചെയ്യാൻ പറ്റുന്ന കൂട്ടർ ഞാൻ ഇതിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഉദാരമായ സംഭാവനകൾ ചെയ്യുക അല്ലേ? പിന്നെ ഇത് ട്രസ്റ്റിന്റെ കീഴിലല്ലേ? വള്ളുവൻ കടവ് ഈ മുത്തപ്പൻ മടപ്പുര പുതിയ വളപ്പ് തറവാട്ടുകാരുടെ വകയായിരുന്നു. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്ഷേത്രത്തിലെ ആദ്യകാലത്ത് ഉള്ള പൂർവ്വ ഗുരുവിൻ്റെ ദിവ്യത്വം കൊണ്ട് തുടർന്ന് വന്നു. പക്ഷേ അവരെ കുടുംബാംഗങ്ങൾ തമ്മിൽ പിന്നെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവുകയും ക്ഷേത്ര കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയും ചെയ്തു. അതിന് അവര് പിന്നെ ഈ സ്ഥലം തന്നെ അന്യാധീനപ്പെടുകയും ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടികളും നിൽക്കുകയും ഉത്തരക്കല്ല് വരെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ ബാക്കി ഭാഗം ഇവിടെ ഈ ക്ഷേത്രം തുടങ്ങുന്നത് വരെ ഉണ്ട്. പല ആളുകൾക്കും ഈ സ്ഥലം മാറി മാറി പോയിട്ടും അത് പൊളിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിലെ ഒരു പിൻതലമുറക്കാരനായ മുകുന്ദൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹം ഈ സ്ഥലം വിലക്ക് വാങ്ങുകയും
ഒരു പിന്നെ ട്രസ്റ്റിന്റെ കീഴിൽ അല്ല നാട്ടുകാരുടെ എല്ലാ സഹായം എന്നല്ല, നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അതൊരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ചിട്ട് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിക്കോ അല്ലേ? സാധാരണ ട്രസ്റ്റ്, ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് തന്നെ. അപ്പോൾ ആ ട്രസ്റ്റായിട്ട് രൂപീകരിച്ച ഇപ്പൊ അതിന്റെ മാനേജിങ് ട്രസ്റ്റ് അവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പോ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേർക്ക് ജീവകാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാ സംഭവം? അത് ഈ ക്ഷേത്രത്തിൽ നമ്മള് ആരാധന മാത്രമല്ല നടത്തി വരുന്നത്, സാമൂഹ്യ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും വേണ്ടത്. ആ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മൾ വളരെ അവശതയിൽ ഉള്ള രോഗികൾ, അതുപോലെ ദൈന്യത അനുഭവിക്കുന്നവർ, പിന്നെ രോഗങ്ങളെ പിടിപെട്ടിട്ട് നിൽക്കുന്നവരെല്ലാം ഇവിടെ വന്ന് സഹായം അഭ്യർത്ഥിച്ചാൽ വളരെയധികം നല്ല രീതിയിലുള്ള സഹായം നമ്മൾ ചെയ്യുന്നുണ്ട്. മാനേജിങ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമല്ല, രണ്ടാമത് വെച്ചാൽ ഇവിടെ ഒരു ആയുർവേദ ചെറിയൊരു യൂണിറ്റ് കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ പിന്നെ ഈ ആയുർവേദത്തിന്റെ ചികിത്സ തുടങ്ങിയിരുന്നു. അപ്പൊ അതിൽ എന്ന് പറഞ്ഞാല് ആയുർവേദ ചികിത്സാ വിഭാഗം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് കടത്തിപ്പ് മറ്റേ ചികിത്സയുണ്ടോ? ഇല്ല, അതൊന്നും അല്ല ചോദിക്കുക. ചിലവട്ട് കടത്തിയിട്ട് അവതരുന്ന പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് വൈദ്യന്മാർ വരും. അപ്പൊ അവര് മരുന്ന് ഇവിടുന്ന് തന്നെ വിതരണം ചെയ്യും. ആ മരുന്നിന് പകുതി പൈസയാണ് നമ്മൾ ഈടാക്കുന്നത്. നേരെ പൈസ അല്ലേ? വൈദ്യന്റെ ഫീസൊന്നുമില്ല. വൈദ്യന്റെ ഫീസൊന്നുമില്ല. അതെല്ലാം ട്രസ്റ്റ് തന്നെ ചെയ്യുന്നതാണ് അല്ലേ? അതെ. പിന്നെ ഈ പ്രാവശ്യം നമ്മളെ പിന്നെ ഉത്സവം സംബന്ധിച്ചിട്ട് എന്തോ ഒരു മെഡിക്കൽ യൂണിറ്റിന് എന്തോ ഒരു സംഭവം ഇവിടെ കണ്ടല്ലോ. അപ്പൊ ഇപ്പം കാണുന്നത് ഇന്ന് ഇവിടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുണ്ട്. ക്യാമ്പുണ്ട് ഇന്നുണ്ട്. അപ്പൊ ആ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ചികിത്സ നൽകുന്നതോടൊപ്പം മരുന്നുകളും വിതരണം സൗജന്യമായി ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച കണ്ണൂര് കിംസ് ഹോസ്പിറ്റലിന്റെ അത് നമ്മുടെ നമ്മുടെ ഇതില്ലേ ഹൈലാൻഡ് ശ്രീ മുത്തപ്പ അതിന് തൊട്ട് കിടക്കണം. അത് ശ്രീചന്ദ് അതിപ്പോ മാറിയിട്ട് അവര് കിംസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? കിംസ് ശ്രീചന്ദ് എന്നാണ് ഇപ്പൊ അത് അങ്ങനെയൊക്കെ അവരെ ഏറ്റെടുത്തിട്ടില്ല. അന്നും നമ്മള് ചെയ്യുന്നത് മരുന്നെല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങൾ അത് എല്ലാ കൊല്ലം നടത്തുന്നു. കഴിഞ്ഞ കൊല്ലം അരവിന്ദ് കണ്ണാശുപത്രിന്റെ അതാണ് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് നമ്മള് 10-200 കണ്ണട നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ തുടർച്ചയായിട്ട് എന്തെല്ലാം പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ സമയത്ത് കിറ്റും കാര്യങ്ങളും അങ്ങനെല്ലാം കുറച്ച് കൊറോണ സമയത്ത് നമുക്ക് എല്ലാവരും സഹായം വേണ്ടുന്നവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, പിന്നെ നമ്മളെ ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഈ ഐലൻഡ് മുത്തപ്പ ക്ഷേത്രം? അത് വേറെ ഒരു ട്രസ്റ്റാണ്. അതെ. പക്ഷെ നമ്മള് ഇതിന്റെ ഭാഗം എന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. അതിന്റെ ഇപ്പം മാനേജിങ് ട്രസ്റ്റ് നമ്മുടെ മാനേജിങ് ട്രസ്റ്റ് തന്നെയാണ് അല്ലേ? അതെ വെച്ചത്. അവിടെ അന്നദാനം ഉണ്ടല്ലേ? അവിടെ അന്നദാനം ഇവിടെ എല്ലായിടക്കും ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം അന്നദാനം ക്ഷേത്രത്തിലെ വിശേഷ ദിവസം. നമ്മൾ ഇവിടുത്തെ ഈ ഉത്സവം അല്ലാതെ നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മുത്തപ്പന തിരുവപ്പനും കാണേണ്ടി നമ്മൾ ഏത് സമയത്താണ് പറ്റുക? മുത്തപ്പന തിരുവപ്പന എല്ലാ മാസത്തിലെ ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ തിങ്കൾ ദിവസങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടും, തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന വെള്ളാട്ടും. എല്ലാ മാസവും എല്ലാ സംക്രമ ദിവസങ്ങളിലും വെള്ളാട്ടും. എല്ലാ ഞായറാഴ്ചകളിലും വെള്ളാട്ടും. എല്ലാ അവസരങ്ങളും അന്നദാനമുണ്ട് അല്ലേ? പിന്നെ അതുമാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും ഇവിടെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച ഇവിടെ മുത്തപ്പന ഉണ്ടാവില്ലേ? ഞായറാഴ്ച മുത്തപ്പൻ വെള്ളാട്ടം 5 മണിക്ക് തുടങ്ങും. തിരുവപ്പന കണ്ടിക്കല് ഞാൻ പറഞ്ഞത് മാസത്തിലെ ആദ്യത്തെ ഞായർ തിങ്കൾ ദിവസം. തിരുവപ്പന ഇങ്ങനെ ശിവരാത്രി ദിവസം. പിന്നെ ഈ നമ്മളെ ഈ ഉത്സവം പിന്നെ വല്ല നേർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല. അല്ല, ഇനിയിപ്പോ എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ അവിടെ ഒരു QR കോഡ് സ്കാനിങ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പൈസ ഇടാൻ പറ്റുമോ? പിന്നീട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഉത്സവത്തിനാണ്. ഉത്സവത്തിന് ശേഷം ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടും കൂടെ ആടാൻ നമ്മളെ ഉത്സവം മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അല്ലേ? അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ എല്ലാം വളരെയധികം വിജയിക്കട്ടെ. ഇതിപ്പോൾ ഇന്ന് കൊടിയേറ്റാന്ന് അല്ലേ? എത്ര മണിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങും. വന്നു കഴിഞ്ഞു. അപ്പോൾ നല്ല നമസ്കാരം. തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും സമയം കണ്ടെത്തിന് ഒരിക്കൽ കൂടി പേര് പറഞ്ഞോളൂ. നിങ്ങൾക്കും നന്ദി. എൻ്റെ പേര് ഗംഗാധരൻ. ശരി, നല്ല നമസ്കാരം.